എല്ലാവരും നല്ല ശ്രദ്ധയോടുകൂടി കേൾക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യണമെന്നാണ്. അത് തന്നെ ഞാൻ പറയാൻ പോകുന്നത്. എൻ്റെ വിഷയം അത് തന്നെയാണ്. സാധാരണ മദ്യപാനം എവിടെയെങ്കിലും പോയി ചികിത്സാലയത്തിലൊക്കെ പോയിട്ട് നിർത്തി, അതല്ല സ്വയം നിർത്തിയ ശേഷം അവർ മീറ്റിങ്ങിലേക്ക് കയറി വരും. അങ്ങനെ വരുന്ന ഒരാൾ കാണുന്ന കാഴ്ച എന്താണ്? അവിടെ കുറേ പേര് ഇരിക്കുന്നു, ബെഞ്ചിലിരിക്കുന്നു, അവിടെ ഒരു അധ്യക്ഷൻ ഇരിക്കുന്നു. ഇതാണ് അവിടെ കാണുന്നത്. അവിടെ ചെല്ലുമ്പോൾ പ്രാർത്ഥനയോട് കൂടി തുടങ്ങുന്നു. പിന്നെ ഓരോരുത്തരും വന്ന് ഷെയർ ചെയ്യുന്നു. ആ, അങ്ങനെ ചില ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ ആയിട്ട് അതിങ്ങനെ പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ സ്ഥിരം കാണുന്നത്. ഒരാളെ കാണും. അപ്പൊ ഇത് കാണുന്ന സമയത്ത് എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടാവുന്ന ഒരു ചിന്ത എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ ഒരുപാട് മീറ്റിങ്ങുകൾ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്. പാർട്ടിയുടെ മീറ്റിങ്ങുകൾ പങ്കെടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ മതപരമായ മീറ്റിങ്ങുകൾ പങ്കെടുത്തിട്ടുണ്ട്, ക്ലബിന്റെ മീറ്റിംഗ് പങ്കെടുത്തിട്ടുണ്ട്, അതുപോലെ എന്തെങ്കിലും ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ അവരുടെ സ്റ്റാഫ് മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ കുറേ മീറ്റിങ്ങുകളിൽ പങ്കെടുത്ത കമ്മിറ്റികളിൽ അംഗങ്ങളെ പങ്കെടുത്ത് അതിൽ കമ്മിറ്റികളൊക്കെ ഉണ്ടാക്കി ഈ കമ്മിറ്റികളുടെ പ്രസിഡന്റും ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരൊക്കെ, പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ ഉള്ള ഒരു മീറ്റിങ്ങിന്റെ ഒരു രീതി നമ്മളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. ഈ ചിന്തയുമായിട്ടാണ് നമ്മൾ എല്ലാവരും തന്നെ മീറ്റിങ്ങിലേക്ക് വരുന്നത്. ഈ മീറ്റിങ്ങിൽ ഒരുപാട് വ്യത്യാസം ഈ പറഞ്ഞ സംഗതികളിൽ നിന്ന് ഉണ്ട്. അത് ചിലപ്പോഴൊക്കെ അത് പല സ്ഥലങ്ങളിലും ഇത് തിരിച്ചറിയാതെ പോകുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മീറ്റിംഗ് കൊണ്ടുണ്ടാവുന്ന പ്രയോജനങ്ങൾ ലഭ്യമാവാതെ പോകുന്നുണ്ട്. അതുകൊണ്ട് എന്താണ് ഈ മീറ്റിംഗ്, അവിടെ നടക്കേണ്ടത്, അവിടെ നടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നന്നായിട്ട് അറിയുകയും അത് ഞാൻ എൻ്റെ റോൾ കൃത്യമായി നിർവഹിക്കുകയും ചെയ്യുന്നതിലേക്ക് ഞാൻ വളരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഞാനൊരു കാരനാവുക. അപ്പോൾ എന്താണ് മീറ്റിംഗ് എന്ന് നമുക്കൊന്ന് പങ്കുവെച്ച് നോക്കാം. മദ്യാസക്തി എന്നത് ഒരു രോഗമാണല്ലോ. ഈ രോഗം 4 തരത്തിൽ ബാധിക്കുന്ന രോഗമാണ്. ഇങ്ങനെ 4 തരത്തിൽ ബാധിക്കുന്ന മറ്റ് രോഗങ്ങളില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ആസക്തി രോഗങ്ങളാണ് 4 തരത്തിലും ബാധിക്കുന്നത്. അതായത് ശാരീരികമായ രോഗമാണ്, അതേപോലെ തന്നെ മാനസികമായ രോഗമാണ്. മാനസിക രോഗം എന്ന് പറഞ്ഞാൽ ഭ്രാന്തല്ല, മാനസിക മനസ്സാണല്ലോ എല്ലാം തീരുമാനിക്കുന്നത്. നമ്മുടെ ശരീരത്തെയും നമ്മളുടെ പ്രവർത്തനങ്ങളെയും എല്ലാം നിയന്ത്രിക്കുന്നത് മനസ്സാണ്. അപ്പൊ ശരിയായ ഒരു മനസ്സ്, ശരിയായ ചിന്ത, ശരിയായ വിശകലനം, യുക്തിചിന്ത വിശകലനം, ശരിയായ തീരുമാനമെടുക്കൽ, പ്രശ്നം പരിഹരിക്കൽ തുടങ്ങിയിട്ടുള്ള ഒരു സംഗതി ചെയ്യുന്ന ഇടമാണ് മനസ്സ്. ശരിയായി ചിന്തിക്കുക. ആ ആ മനസ്സിനെ ഈ രോഗം ബാധിക്കുന്നു. അതായത് ശരിയായി വിശകലനം ചെയ്യാൻ കഴിയുന്നില്ല, തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല, പ്രശ്നങ്ങളെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു. അതങ്ങനെയുള്ള ഒരവസ്ഥ ഉണ്ട്. ആ തരത്തിൽ രോഗം ബാധിക്കുന്നു. അതേപോലെ തന്നെ വൈകാരിക രോഗമാണെന്ന് പറയുന്നു. വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാതെ വരുന്നു. ദേഷ്യമായാലും ഭയമായാലും ടെൻഷനായാലും സങ്കടമായാലും വെറുപ്പായാലും വിദ്വേഷമായാലും അതുപോലെ തന്നെ അസൂയായാലും അഹങ്കാരമായാലും ഏത് തന്നെ ആയാലും ഈ വികാരം എനിക്കുണ്ട് എന്ന്, എനിക്ക് ഇത് അധികമാണ് എന്ന് സമ്മതിച്ചുകൊണ്ട് അതിനെ നിയന്ത്രിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു. എന്നിട്ട് ഈ വികാര പ്രകടനങ്ങളെയൊക്കെ ന്യായീകരിക്കുകയും ചെയ്യുന്നു. ആ തരത്തിലുള്ള ഒരു രോഗം ഈ മദ്യാസക്തർക്ക് വരുന്നുണ്ട്. മറ്റൊന്നുള്ളത്, നാലാമത് വരുന്നത് ആത്മീയ രോഗമാണ്. എന്ന് വെച്ചാൽ ആത്മീയത എന്ന് പറഞ്ഞാൽ, ആത്മീയത ശരിക്കും നമ്മൾ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട കുറേ നല്ല വശങ്ങളാണ് ആത്മീയത എന്ന് പറയുന്നത്. നന്മ, സ്നേഹം, സത്യസന്ധത, കൃത്യനിഷ്ഠ, സഹകരണ മനോഭാവം, വിശ്വാസ്യത തുടങ്ങിയ കുറേ നല്ല ഗുണങ്ങൾ ഈ നല്ല ഗുണങ്ങളെല്ലാം ഈ ഒരു മദ്യാസക്തനിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നു. സത്യസന്ധത കുറയുന്നു, അതുപോലെ തന്നെ സമയക്രമീകരണ, കൃത്യനിഷ്ഠ കുറയുന്നു, പിന്നെ ഇടപെടല്, നല്ല വർത്തമാനം കുറയുന്നു, സഹകരണം കുറയുന്നു. ഇങ്ങനെ ഈ കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ആളെന്ന നിലയ്ക്ക് അയാൾ വൈകല്യം ബാധിച്ചവനായി മാറുന്നു. ഇങ്ങനെ 4 മേഖലയിലും
ബാധിക്കുന്ന ഒരു രോഗമാണ് ഈ മദ്യാസക്ത രോഗം. അതില് ഈ ആശുപത്രിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ മൂന്ന് തരത്തിലുള്ളത്, ഇതിന് മൂന്ന് തരത്തിലുള്ള ചികിത്സയാണ് സാധാരണ നമ്മൾ കണ്ടിട്ടുള്ളത്. ഒന്ന്, ആം, ശാരീരിക രോഗ ചികിത്സ. ശാരീരിക രോഗമാണ് എന്ന് കരുതി ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഗ്ലൂക്കോസ് കയറ്റി അതിനുള്ള ചികിത്സ നൽകുന്നു, അയാളെ ഓക്കെ ആക്കി വിടുന്നു. അപ്പൊ അയാൾ പിന്നെയും കുടിച്ചു പോകുന്നു. ശാരീരിക രോഗത്തിനുള്ള ചികിത്സ ആ, അങ്ങനെ നടക്കും. അയാൾ മരുന്ന് കൊടുക്കുന്നു. രണ്ടാമത്തത് മാനസിക രോഗത്തിനുള്ള ചികിത്സ. അത് വേറെ നടക്കുന്നുണ്ട്. ഇയാൾ കാണിക്കുന്ന മുഴുവൻ ഭ്രാന്ത് സ്വഭാവമായതുകൊണ്ട് തന്നെ ഇയാൾ കൗൺസിലിങ്ങിന് പോകുന്നു, സൈക്കാട്രി മരുന്ന് കഴിക്കുന്നു, അങ്ങനെ ഒരു തരം ചികിത്സ നടത്തുന്നു. അത് മാനസിക രോഗത്തിനുള്ള ചികിത്സ. മൂന്നാമത് നടത്തുന്ന ഒരു ചികിത്സയാണ് ആത്മീയ ചികിത്സ. അതായത് പ്രാർത്ഥന, ധ്യാനത്തിന് പോകുന്നു, അങ്ങനത്തെ അമ്പലത്തിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, ആം, അതുപോലെ ഉള്ള പരിപാടികളിലൊക്കെ പങ്കെടുത്തുകൊണ്ട് നോമ്പ് നോക്കുന്നു. ഇങ്ങനെ ആത്മീയപരമായി മെച്ചപ്പെട്ട് കഴിഞ്ഞാൽ ഇയാൾ കൂടി നിർത്തുമെന്ന് വെച്ച് അങ്ങനെ ആത്മീയ ചികിത്സ നടത്തുന്നവരുണ്ട്. ഇത് ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് ഈ സംഗതികളെല്ലാം നടത്തിയിരുന്നത്. പല ഇതിനായിട്ടുള്ള ചികിത്സാ കേന്ദ്രങ്ങളുണ്ട്. ഇപ്പൊ ആത്മീയ ചികിത്സാ കേന്ദ്രങ്ങളായിട്ട് കുറെ ധ്യാന കേന്ദ്രങ്ങളുണ്ട്. മദ്യപാനത്തിന് പ്രത്യേകിച്ച് ധ്യാന കേന്ദ്രങ്ങൾ, അതുപോലെ മദ്യപാനത്തിന് ചികിത്സ പ്രത്യേകിച്ച് മനഃശാസ്ത്ര ട്രീറ്റ്മെന്റ്, മദ്യപാനത്തിന് പ്രത്യേകിച്ച് ശാരീരിക ട്രീറ്റ്മെന്റ്. ഇതില് വൈകാരിക ട്രീറ്റ്മെന്റ്, അത് രണ്ടും ട്രീറ്റ്മെന്റ് നടക്കുന്നത് ഈ മാനസിക രോഗ ചികിത്സാ കേന്ദ്രങ്ങളിലാണ്. അപ്പൊ ഇങ്ങനെ ഇത്രയും മേഖലയിലായതുകൊണ്ടാണ് ഇത്ര വെറൈറ്റി ട്രീറ്റ്മെന്റ് ഈ മദ്യാസക്ത രോഗത്തിന് നമ്മൾ കണ്ടിട്ടുണ്ടാവും. പല ആൾക്കാരും വീട്ടുകാർ കൊണ്ടുപോകുന്നത് കാരണം അയാളുടെ ഏറ്റവും കൂടുതലുള്ള പ്രകടനം എന്താണെന്ന് നോക്കിയിട്ടാണ് ചികിത്സയ്ക്ക് കൊണ്ടുപോകുന്നത്. അയാൾ ശാരീരികമായിട്ട് തീരെ വയ്യാതായി കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവും. ഒരാൾ അക്രമ സ്വഭാവം കാണിക്കുകയാണെങ്കിൽ അയാളെ സൈക്കാട്രിക് ട്രീറ്റ്മെന്റ് കൊണ്ടുപോകും. അങ്ങനെ അയാളുടെ സത്യസന്ധത അതും ഇതൊന്നും ഇല്ലെങ്കിൽ അയാളെ ആത്മീയ കള്ളത്തരം കാണിക്കുന്നു, കളവ് പറയുന്നു, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നു, ഇതൊക്കെയാണെങ്കിൽ ആത്മീയ രോഗ ചികിത്സിക്കും. അങ്ങനെ ആൾക്കാർക്ക് ഇത് എവിടെ കൊണ്ടുപോകണ്ടെന്ന് അറിയാൻ വയ്യാതിരിക്കുന്നത്. കാരണം ഇത് ഇത്തരം ഒരു വെറൈറ്റി രോഗമാണല്ലോ മദ്യാസക്ത രോഗം. ഈ രോഗത്തിന് ഫലപ്രദമായ ഒരു ചികിത്സാ രീതി നിലവിൽ ലഭ്യമല്ലാതിരിക്കുന്ന സമയത്താണ് ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന ഒരു പ്രസ്ഥാനം രൂപപ്പെട്ടത്, ഒരു കൂട്ടായ്മ രൂപപ്പെട്ടത്. ഇതിന്റെ പ്രധാന ലക്ഷ്യം ഈ മൂന്ന് മേഖല, അതായത് ശാരീരിക രോഗ ചികിത്സയിൽ ഇല്ലാതെ ബാക്കിയുള്ള മൂന്ന് മേഖലയിലും ട്രീറ്റ്മെന്റ് നടത്തുന്ന ഒരു ഇടമാണ് ഈ കൂട്ടായ്മ. അതാണ് നമ്മൾ അറിയേണ്ടത്. മൂന്ന് മേഖലയിലും ട്രീറ്റ്മെന്റ് ആണ്, അത് ചികിത്സയാണ് നടക്കുന്നത്. അപ്പൊ അവിടെ എങ്ങനെയാണ് ഒരു ചികിത്സ നടക്കുന്നത്? ആ ചികിത്സ നടക്കുന്ന ഇടം, നടത്തുന്ന ആൾക്കാര്, ആ നടത്താൻ പോകുന്ന അല്ലെങ്കിൽ ചികിത്സിക്കാൻ പോകുന്ന വ്യക്തി, ഈ പറഞ്ഞ ആൾക്കാരെല്ലാവരും ഈ ഒരു ചികിത്സാ പദ്ധതിയെക്കുറിച്ച് നല്ലപോലെ ധാരണ ഇല്ലാത്തത് കൊണ്ടാണ് പല ഗ്രൂപ്പുകളും അത് തുടങ്ങിയിട്ട് പൊളിഞ്ഞു പോകണം. അപ്പൊ എന്താണ് ഇവിടെ നടക്കേണ്ടത്? ഒരുപാട് ഈ പറഞ്ഞ പ്രശ്നങ്ങളായിട്ട് വന്ന ആൾക്കാര് അവിടെ മീറ്റിങ്ങിൽ ചെന്ന് കഴിഞ്ഞാൽ ആ മീറ്റിങ്ങിൽ ഫസ്റ്റിൽ ഉണ്ടാവേണ്ട ഒരു ഗുണം എന്ന് പറയുന്നത് അവിടുത്തെ കൂട്ടായ്മയാണ്. ഒരു നല്ല ഐക്യം, നല്ല സ്നേഹവും, നല്ല ബഹുമാനവും പരസ്പര വിശ്വാസവും ഒക്കെ ഉള്ള ഒരു നല്ല കൂട്ടായ്മയാണ് ആദ്യത്തെ ഘടകം. അതാണ് കൂട്ടായ്മയിൽ വേണ്ടത്. ഇനി രണ്ടാമത് വേണ്ടത്, ഈ പറഞ്ഞ സ്ഥലത്തേക്ക് ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റിന് എനിക്ക് വേണം എന്നുള്ള ഒരു ആഗ്രഹം ഉള്ള ഒരാളെ അവിടെ പോയിട്ട് കാര്യമുള്ളൂ. ശക്തമായ ഒരു ആഗ്രഹം അയാൾക്ക് വേണം. അതാണ് പാരമ്പര്യത്തിലൊക്കെ പറയുന്ന സംഗതിയാണ് ഞാൻ പറയുന്നത്. നല്ല ആഗ്രഹത്തോട് എനിക്ക് ഈ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്ന ശക്തമായ ആഗ്രഹത്തോടു കൂടി ഈ കൂട്ടായ്മ ചെല്ലുമ്പോൾ ആ കൂട്ടായ്മയിൽ നല്ലൊരു കൂട്ടായ്മ അവിടെ കാണുന്നു. അപ്പൊ ആ കൂട്ടായ്മ അവിടെ കാണുമ്പോൾ ആ കൂട്ടായ്മയിൽ വന്നിട്ട് അവരെന്താ ചെയ്യേണ്ടത്? അവിടെ തെറാപ്പിയാണ് ശരിക്കും നടക്കുന്നത്. സൈക്കോ തെറാപ്പിയുടെ ഏറ്റവും നല്ല ഒരു മാതൃകയാണ് അവിടെ നടക്കുന്നത്. അതായത് അവിടെ എന്താണ് നടക്കുന്നത്, നടക്കേണ്ടതെന്ന് ഞാൻ ആ കൂട്ടായ്മ ചെല്ലുന്നു. അവിടെ എല്ലാവരും ഒരേ രോഗം ബാധിച്ച ആൾക്കാരാണ്. അതാണ് ഒന്നാമത്തെ പ്ലസ് പോയിന്റ്.
ഒരേ രോഗം ബാധിച്ചു. അത് അവരുടെ ആൾക്കാരുടെ സമ്പത്തോ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളോ ഒന്നും അവിടെ വിഷയമല്ല. എല്ലാവരും രോഗബാധിതരാണ് എന്നുള്ളതിന്റെ പേരിൽ അവര് ഒരേ മനസ്സാണ്. ആദ്യത്തെ ഒരു ചിന്ത വരേണ്ടത്, ഞങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്നത് ഈ രോഗത്തിനുള്ള ചികിത്സയ്ക്ക് വേണ്ടി മാത്രമാണ്. മാത്രമാണ്. അതിപ്പോ ഈ രോഗത്തിനുള്ള ചികിത്സ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ നടത്താൻ കഴിയില്ല. അപ്പൊ എനിക്ക് കുറച്ചു പേരുടെ സഹായം ആവശ്യമുണ്ട്. ആ സഹായം ആവശ്യമുള്ളവരാണ് എൻ്റെ അതേ അവസ്ഥയിലുള്ള ആൾക്കാരാണ് അവിടെ ഉള്ളത്. ഞങ്ങളുടെ എന്റെയും ഞങ്ങളുടെയും ലക്ഷ്യം, ദൗത്യം എന്ന് പറയുന്നത് മദ്യാസക്ത രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് മാത്രമാണ്. ഇനി ഇതിന് നിങ്ങൾക്ക് എയുടെ ഒരു എംബ്ലം ഉണ്ട്, ഒരു ട്രയാങ്കിളും ഒരു സർക്കിളും. ട്രയാങ്കിളിന്റെ അകത്തൊരു സർക്കിൾ കാണും. ആ ട്രയാങ്കിളിലെ ത്രികോണത്തിലെ ഒരു മൂല ഞാൻ എന്നെടുക്കുകയാണെങ്കിൽ, ഞാൻ വലതുവശത്തുള്ള രണ്ടാമത്തെ മൂല ഞങ്ങളാണ്. ഞാനും ഞങ്ങളും ചേർന്നാണ് മൂന്നാമത്തെ മൂല ദൗത്യം, ലക്ഷ്യം, മദ്യാസക്ത രോഗത്തിൽ നിന്നുള്ള രക്ഷപ്പെടൽ. ഞാൻ ഈ ഞങ്ങളുടെ കൂടെ കൂടുന്നത് ഈ ഒരു ദൗത്യത്തിന് വേണ്ടി മാത്രമാണ്. ആ കാണുന്ന സർക്കിൾ എന്ന് പറയുന്നതാണ് ഗ്ലോബ്. ഗ്ലോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹം, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള സമൂഹം, അതായത് മദ്യാസക്തരുമല്ലാത്തവരുമായിട്ടുള്ള സമൂഹത്തിന്റെ ഇടയിലാണ് ഞാൻ ഈ ഒരു ഗ്ലോബിൽ, ഈ ഗ്ലോബിലാണ് ഞാൻ ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നത്. അപ്പൊ ഈ കൂട്ടായ്മയ്ക്ക് ഈ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. ഈ ട്രയാങ്കിളിൽ എടുത്ത് നോക്കിയ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, അതായത് മദ്യാസക്ത രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കും. എനിക്ക് ഒറ്റയ്ക്ക് കഴിയില്ല. എനിക്ക് ഞാൻ എന്നുള്ളതിൽ നിന്ന് ഒരു വര വരച്ചാൽ ദൗത്യത്തിലേക്ക് എത്താം. മൂന്നാമത്തെ വരയാണ്. അതായത് എനിക്ക് നേരിട്ട് ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണമെങ്കിൽ കഴിയും, പക്ഷേ അത് കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ കൂട്ടായ്മയിലേക്ക് വരുന്നത്. അപ്പോൾ ഞങ്ങൾ എന്ന് പറയുന്നത് കൂട്ടായ്മയാണ്. അത് ഒരു കാരണവശാലും എൻ്റെ ഒരു പ്രവൃത്തി കൊണ്ടോ വാക്കുകൊണ്ടോ എൻ്റെ സംഗതി കൊണ്ടോ ഈ കൂട്ടായ്മയ്ക്ക് തകരാറുണ്ടാവാതെ നോക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. കാരണം ഈ കൂട്ടായ്മ ഉണ്ടെങ്കിൽ മാത്രമേ ഈ രോഗശമനത്തിന് എന്നെ സഹായിക്കാൻ കഴിയൂ. എന്തുകൊണ്ട് ഇത് നിലനിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചാൽ, മദ്യാസക്ത രോഗം ഒരു ആജീവനാന്ത രോഗമാണ്. എന്ന് വെച്ചാൽ ഒരു രോഗി ഒരിക്കലും പൂർണ്ണമായും സുഖപ്പെടുന്നില്ല. അയാളുടെ ജീവിതാവസാനം വരെ അയാൾ ഈ മദ്യാസക്ത രോഗത്തിന് അടിമയാണ്. അതുകൊണ്ട് തന്നെ ഈ കൂട്ടായ്മ ഉണ്ടെങ്കിൽ മാത്രമേ ഇയാൾക്ക് നിത്യവും രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ എന്നുള്ളത് കൊണ്ട് ഈ കൂട്ടായ്മ എക്കാലവും നിലനിൽക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അത് നിലനിൽക്കണമെങ്കിൽ ഞാൻ എനിക്ക് അങ്ങോട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യങ്ങൾ മാത്രം കൂട്ടായ്മയ്ക്ക് ചെയ്യാൻ വേണ്ടി ഒരു മനസ്സ് എനിക്കുണ്ടാവണം. അതാണ് സേവനം എന്ന് പറയുന്നത്. കൂട്ടായ്മ നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള സേവന പ്രവർത്തനങ്ങളിൽ എൻ്റെ കയ്യിൽ നിന്ന് ചിലപ്പോൾ ഞാൻ മുടക്കിയിട്ട്, എൻ്റെ ചെലവിനുള്ള പൈസ ഞാൻ മുടക്കിയിട്ടാണ് ഞാൻ അവിടെ ഇരിക്കുന്നത്. അവിടെ ആർക്കും ഒന്നും കൊടുക്കുന്നില്ല. ആരും കൊടുക്കുന്നില്ല. എല്ലാവരും അവരവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് വരുന്നത്. ഓരോരുത്തരും വരുന്നത് മറ്റുള്ളവരെ രക്ഷപ്പെടുത്തുക എന്നുള്ളതല്ല. അത് സെക്കൻഡറിയാ, രണ്ടാമത്തതാണ്. ഞാൻ രക്ഷപ്പെടുന്നതിലൂടെ മറ്റുള്ളവർക്കും രക്ഷപ്പെടാൻ അവസരം ഒരുക്കുന്നു. അപ്പൊ അവിടെ നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് കൂടി ഉണ്ടാവുന്നുണ്ട്. ഞാൻ രക്ഷപ്പെടുന്നു, എന്നിലൂടെ എൻ്റെ കൂടെ ഉള്ളവരും രക്ഷപ്പെടുന്നു. ഇതാണ് ഇതിന്റെ പൊതുവായ തത്വം. ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ ആൾക്കാര് അതിന്റെ ഒരു ഘടന ഞാനൊന്ന് പറയും. ഇവിടെ ഇതൊരു കമ്മിറ്റി അല്ല, ഒരു മീറ്റിംഗ് ഒരു കമ്മിറ്റി അല്ല, ഒരു യൂണിയൻ അല്ല, ഒരു സംഘടനയുമല്ല. ഇത് ഒരു കൂട്ടായ്മയാണ്. അതുകൊണ്ട് തന്നെ ഈ കൂട്ടായ്മയും സംഘടനയും തമ്മിലുള്ള വ്യത്യാസം, കൂട്ടായ്മയ്ക്ക് പ്രസിഡന്റ്, സെക്രട്ടറി അതുപോലെയുള്ള അധികാരപ്പെട്ട ആൾക്കാരില്ല. കൂട്ടായ്മയ്ക്ക് സേവകന്മാരാണുള്ളത്.
ഏറ്റവും നന്നായി ഈ ഗ്രൂപ്പ് നിലനിർത്തിക്കൊണ്ടു പോകാൻ തയ്യാറായിട്ടുള്ള ആൾക്കാർ സ്വമേധയാ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തമാണ് അതിന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്ന, പ്രസിഡന്റ് എന്ന് പറഞ്ഞ ആള്. അതൊരു അധികാരമുള്ള ഒരാളല്ല, മറിച്ച് ഈ കൂട്ടായ്മ നന്നായി കൊണ്ടുപോകാൻ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന സ്നേഹനിധിയായ ഒരാളാണ് ഇതിന്റെ. അത് ഞാൻ പറഞ്ഞില്ല, പ്രസിഡന്റ്. ഇതിന് നിയമാവലികളില്ല. നിയമാവലികളുള്ള ഒരു, മറ്റെല്ലാ പ്രസ്ഥാനങ്ങൾക്കും നിയമാവലികളുണ്ട്. നിയമാവലികളുടെ പ്രത്യേകത നിയമങ്ങൾ നടപ്പിലാക്കലാണ്. അതായത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ പിരിച്ചുവിടുക, മെമ്പർഷിപ്പ് എടുക്കുക, പിരിച്ചുവിടുക എന്ന് പറയുന്ന സംഗതി. അതുകൊണ്ട് നിയമാവലികൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ മെമ്പർഷിപ്പും ഇല്ല, വരിസംഖ്യയും ഇല്ല. നിയമാവലികളല്ല, മറിച്ച് അനുവർത്തിക്കേണ്ട, ഓരോരുത്തരും അനുവദിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണുള്ളത്. അതിന് പാരമ്പര്യം എന്ന പേരിലാണത് നമ്മൾ കാണുന്നത്. നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യങ്ങൾ. അതാണ് ഈ കൂട്ടായ്മയുടെ ഏറ്റവും വലിയൊരു സവിശേഷത. പിന്നെ ഇവിടെ ആരും ആരെയും പഠിപ്പിക്കുന്നില്ല. ഇവിടെ ടീച്ചറല്ല, ട്രെയിനിങ് കൊടുക്കുന്നില്ല, പഠിപ്പിക്കുന്നില്ല. കാരണം പഠിപ്പീര് കേട്ട് കേട്ട് മടുത്ത ആൾക്കാരൊന്നും പഠിപ്പിക്കുന്നില്ല. മറിച്ച് ഞാൻ മറ്റുള്ളവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് കേൾക്കുകയാണ്. അനുഭവങ്ങളാണ് കേൾക്കുന്നത്, അല്ലാണ്ട് ആരെയും പഠിപ്പിക്കാൻ വേണ്ടിയല്ല. അവരെല്ലാം പറയുന്നത് അവരുടെ കാര്യം, അല്ലാതെ എൻ്റെ കാര്യം ഞാൻ എന്ത് ചെയ്യണം എന്നല്ല പറയുന്നത്, അവരെന്ത് ചെയ്തു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അത് പഠിപ്പിക്കുന്നതല്ല എന്ന് പറയും. അതാണ് പങ്കുവെക്കലെന്ന്. അവരുടെ അനുഭവം അവർ പങ്കുവെക്കുന്നു. അത് എനിക്ക് സുഖകരമായി തോന്നുന്നു. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഇവിടെ സബ്ജക്റ്റ് അല്ല, തീമാണ്. ഈ സബ്ജക്റ്റും തീമും തമ്മിലുള്ള ഒരു വ്യത്യാസമുണ്ട്. ഇംഗ്ലീഷിൽ 2 വാക്കാണ്, മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വിഷയം എടുത്ത് അതിനെക്കുറിച്ച് ക്ലാസ് എടുക്കലാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പഠിപ്പിക്കുന്ന ആളും പഠിക്കുന്ന ആളുണ്ട്. ഇവിടെ പഠിപ്പിക്കുന്ന ആളുമില്ല, പഠിക്കുന്ന ആളുമില്ല. ഒരു സബ്ജക്റ്റ് അല്ല, മറിച്ച് ഇവിടെ മുഴുവനും തീമാണ്. തീം എന്ന് പറയുമ്പോൾ എൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു വിഷയമാണ് തീം എന്ന് പറയുന്നത്. ഞാൻ ഇവിടെ ഈ വിഷയം നോക്കൂ, ഇന്ന് തന്നിരിക്കുന്ന വിഷയം, ഞാൻ എന്തിനാണ് എയിൽ വന്നത്? ഇതൊരു തീമാണ്, എന്നോടാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് സബ്ജക്റ്റ് ആവുമ്പോൾ എങ്ങനെയാണ് പറയുക? എ മീറ്റിംഗ് എന്തിന് എന്നാണ് കൊടുക്കുന്നതെങ്കിൽ അതൊരു സബ്ജക്റ്റാണ്. എന്നാൽ ഇവിടെ ഞാൻ എന്തിനാണ് എയിൽ വന്നത്, എന്തിനാണ് ഞാൻ എയിൽ നിലനിൽക്കുന്നത്? അപ്പൊ ഇത് എന്നെ സ്പർശിക്കുന്ന ഒരു കാര്യമാകുമ്പോഴാണ് അതൊരു തീമാവുക. എൻ്റെ കാര്യമാണ്, എന്നിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു കാര്യമാണ്. ഇത് പല ആൾക്കാരും ഈ തീം പല പ്രചരണങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ സബ്ജക്റ്റിൽ നിന്നും തീമിലേക്ക് മാറുന്ന ഒരു സംഗതി, ഞാൻ എന്തിനാണ് പോകുന്നത്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എന്നെ ഇതെങ്ങനെ ബാധിക്കുന്നു, എൻ്റെ മെച്ചപ്പെടലിന് വേണ്ടിയാണല്ലോ ഞാൻ മീറ്റിംഗ് പോകുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സംഗതി ഒരു തീമായിട്ട് വരും. തീം എൻ്റെ ഹൃദയത്തെ സ്പർശിക്കലാണ്. പിന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ് ആ മീറ്റിങ്ങിൽ നടക്കുക? നമ്മൾ അറിവ് നേടലല്ല നടക്കുക, അറിവല്ല നേടുന്നത്. അറിവ് നേടാൻ നമുക്ക് വാട്സപ്പ് നോക്കിയാൽ മതി, പുസ്തകം വായിച്ചാൽ മതി, അല്ലെങ്കിൽ നല്ല ക്ലാസ്സുകൾ കേട്ടാൽ മതി. ഇതൊക്കെ നമുക്ക് അറിവുകൾ നേടാൻ പറ്റും. അറിവുണ്ടായത് കൊണ്ട് കാര്യമില്ല. അറിവല്ല ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിങ്ങിൽ വന്നാൽ കിട്ടുന്നത്, തിരിച്ചറിവാണ്. ഇവ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്, അറിവും തിരിച്ചറിവും തമ്മിൽ. നമ്മുടെ പ്രാർത്ഥനയിൽ പറഞ്ഞിട്ടുള്ള ഒരു വാക്കുണ്ട്, ഇവയെ തമ്മിൽ വേർതിരിച്ചറിയുവാനുള്ള വിവേകം. ഈ തിരിച്ചറിവ് എന്ന് പറയുന്നത് ബുദ്ധി തലത്തിലുള്ള, അതായത് മസ്തിഷ്ക തലത്തിലുള്ള സമ്പാദനത്തിനെയാണ് നോളജ് അല്ലെങ്കിൽ അറിവ് അല്ലെങ്കിൽ വിജ്ഞാനം എന്ന് പറയുന്നത്. നമ്മളൊരു സംഗതി പത്രം വായിച്ചാൽ
അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഗതി ഒരു കണക്ക് ഒക്കെ പഠിക്കാൻ പറ്റും. ഏതെങ്കിലും നമുക്ക് എഴുതി പഠിക്കാം, വായിച്ചു പഠിക്കാം. കുട്ടികളൊക്കെ പഠിക്കുന്നത് പലതും അറിവാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ അറിവുണ്ടാക്കി പഠിച്ചവരാണ് നമ്മളെല്ലാവരും. ഇവരെ അറിവുണ്ടാക്കിയത് കൊണ്ട് ഒരു കാര്യമില്ല. ആ അറിവിനെ തിരിച്ചറിവാക്കി മാറ്റണം. അപ്പൊ എന്താണ് തിരിച്ചറിവ് എന്ന് പറയണ്ടേ? അറിവ് മസ്തിഷ്ക തലത്തിൽ, ബുദ്ധി തലത്തിൽ നിലനിൽക്കും. അത് ചിലപ്പോൾ അത് ഓർമ്മിച്ചെടുക്കാൻ പറ്റും. അറിവുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാര്യം, ഓ എനിക്കത് ഓർമ്മയുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് ആ കാര്യം ഓർമ്മിച്ച് പറയാൻ പറ്റും. അപ്പൊ അയാൾക്ക് അറിവുണ്ട്. അപ്പൊ അങ്ങനെ അറിവുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അറിവ്, ആ അറിവ് നമ്മളുടെ ജീവിതത്തെ ബാധിക്കില്ല. ജീവിതത്തെ ബാധിക്കണമെങ്കിൽ അയാൾക്ക് തിരിച്ചറിവുണ്ടാകും. ഞങ്ങൾ തന്നെ പറയുന്നൊരു ഉദാഹരണമുണ്ട്. പൊതു ടാപ്പിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകി പോവുകയാണ് ഒരു റോഡ് സൈഡിൽ. നല്ല അറിവുള്ള ഒരു വ്യക്തി, വെള്ളം പാഴായി പോകുന്നതിനെ കുറിച്ചൊക്കെ നല്ല അറിവുണ്ട്, വെള്ളം വളരെ വില പിടിച്ചാണെന്നൊക്കെ അറിയാം. പക്ഷെ അയാൾ വളരെ സങ്കടത്തോടുകൂടി, ഈ പൊതു ടാപ്പില് വെള്ളം ഇങ്ങനെ ഒഴുകി പോവുകയാണല്ലോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആക്സിഡന്റ് കണ്ടു കഴിഞ്ഞാൽ, ഇയാൾക്ക് അറിവുണ്ട്, അയാൾ എങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾക്ക് വലിയ അപകടമാണല്ലോ വരാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് അറിവുള്ള ആളത് സങ്കടമൊക്കെ പറയും, ഒന്നും ചെയ്യല. തിരിച്ചറിവുള്ള ആള് അതിന്റെ ആക്ഷൻ എടുക്കും എന്നുള്ളതാണ്. അപ്പൊ ഒരു ആക്ഷനിലേക്ക് ഒരറിവ് മാറണമെങ്കിൽ അത് തിരിച്ചറിവുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. കാരണം ആ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുമ്പോഴാണ്, എന്റെയും കൂടി ബാധ്യതയായിട്ട് വരുമ്പോഴാണ് തിരിച്ചറിവുണ്ടാവുക. എൻ്റെ ഉള്ളിലെ ഒരു സംഗതിയായിട്ട് അത് മാറാൻ. അങ്ങനെ ആ തിരിച്ചറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ അയാൾക്ക് ഉണ്ടാകുന്ന ആ ഒരു വെളിച്ചത്തിന് പറയുന്ന പേരാണ് ജ്ഞാനം എന്ന് പറയാം, ജ്ഞാനികൾ എന്ന് പറയും. മറ്റേത് വിജ്ഞാനികളാണ്. വിജ്ഞാനികൾക്ക് അറിവുണ്ടാവും, പക്ഷെ ജ്ഞാനികൾക്ക് അറിവ് മാത്രമല്ല, തിരിച്ചറിവുണ്ടാവും. അപ്പൊ ഈ തിരിച്ചറിവാണ് ഇല്ലാത്തതാണ് ഒരു പരിധിവരെ മദ്യാസക്ത രോഗികളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം, തിരിച്ചറിവില്ല. അപ്പൊ എങ്ങനെയാണ് ഒരാൾക്ക് ഒരു തിരിച്ചറിവ് ഉണ്ടാക്കി കൊടുക്കുക? ഞാനൊരു മദ്യാസക്ത രോഗിയാണെന്നുള്ള തിരിച്ചറിവ് ആദ്യം വേണം. എന്നിട്ട് എൻ്റെ പെരുമാറ്റത്തിലും സ്വഭാവത്തിലും വൈകല്യങ്ങൾ ഉണ്ട് എന്ന്, ചെറിയ മോശപ്പെട്ട കാര്യങ്ങൾ ഉണ്ട് എന്ന് അയാളെ തിരിച്ചറിയണം. അത് തിരിച്ചറിയാത്തത്തോളം കാലം അയാൾ അതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കും. അതിപ്പോ അങ്ങനെ ആയാലും എന്താ കുഴപ്പം? ഞാൻ അങ്ങനെ പെരുമാറും, ഞാൻ പണ്ടേ അങ്ങനെ, എൻ്റെ ചെറുപ്പം പോലെ അങ്ങനെ, എൻ്റെ അച്ഛനും അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഇയാൾ അതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ പെരുമാറണം, ഇങ്ങനെ പെരുമാറണം എന്നൊക്കെ പറഞ്ഞ് അത് എന്നെ കൊണ്ടാവില്ല, ഞാൻ എങ്ങനെയാണ് പണ്ട് എന്ന് പറഞ്ഞ് ഇയാൾ അതിനെ ന്യായീകരിക്കും. പക്ഷെ ഇയാൾക്ക് അതിനെക്കുറിച്ചൊക്കെ അറിയുകയും ചെയ്യാം, പക്ഷെ അയാൾ അത് ചെയ്യില്ല. അറിയുന്ന കാര്യം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വളർച്ചയ്ക്കാണ് തിരിച്ചറിവെന്ന് പറയുന്നത്. അത് എൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ മാത്രമേ അത് തിരിച്ചറിവുള്ളൂ. അപ്പൊ ഞാൻ അതിലെവിടെ നിൽക്കുന്നു? ഓരോ കാര്യത്തിലും ഞാനുമായി, അല്ലെങ്കിൽ എൻ്റെ സ്വഭാവവുമായി അതിനെ എപ്പോഴും താരതമ്യം ചെയ്ത് എൻ്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഒരിടമാണ് കൂട്ടായ്മ. അപ്പൊ അവിടെ കൂട്ടായ്മയിൽ പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആൾക്കാരെല്ലാവരും, അവിടെ വന്നിട്ടുള്ള ആൾക്കാരെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ വരുന്നു, എന്നിട്ട് അവർ പങ്കുവയ്ക്കുന്നത് അവര് മദ്യപിച്ച കാര്യങ്ങളല്ല. യഥാർത്ഥത്തിൽ മദ്യപിച്ച് ഉണ്ടാക്കിയ, അവസാനം മദ്യപിച്ച ഒന്നോ രണ്ടോ കാര്യങ്ങൾ പറയുന്നു. അതെന്തിനാണ് പറയുന്നത്? അത് ആ മദ്യപാനത്തിലൂടെ അയാൾക്ക് ആ ബോധ്യപ്പെട്ടു, ഞാനൊരു മദ്യാസക്ത രോഗിയാണെന്ന്. ഞാൻ മദ്യാസക്ത രോഗിയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യമോ രണ്ട് കാര്യമോ തിരിച്ചറിയും. അത് പങ്കുവയ്ക്കാം. ഞാൻ എങ്ങനെ തിരിച്ചറിഞ്ഞു? അത് മറ്റുള്ളവർക്ക് സഹായകരമാകും. എങ്ങനെ ഞാനൊരു മദ്യാസക്ത രോഗിയാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റും. അങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് നോക്കുന്നു, ഞാൻ അങ്ങനെയാണെങ്കിൽ ഞാനും ഒരു മദ്യാസക്ത രോഗിയാണ് എന്ന് തിരിച്ചറിയാൻ മറ്റുള്ളവരെ സഹായിക്കുന്ന തരത്തിൽ ഞാൻ എൻ്റെ കുടിച്ചു കൂത്താട്ടത്തെ പറ്റിയുള്ള എന്തെങ്കിലും ഒന്നോ രണ്ടോ കാര്യങ്ങൾ പറയുന്നു. പിന്നീട് അവിടെ നിന്ന് തിരിച്ചറിഞ്ഞ കാര്യങ്ങളാണ്, തിരിച്ചറിവുണ്ടായതും ചെയ്തതുമായ കാര്യങ്ങളാണ് ഓരോരുത്തരും പറയുന്നത്. എനിക്ക് ഒറ്റയ്ക്ക് സാധ്യമല്ല എന്ന് മനസ്സിലാക്കി. ഒറ്റയ്ക്ക് സാധ്യമല്ല എന്നുള്ള കാര്യം മനസ്സിലായപ്പോൾ
എനിക്ക് അതിനുള്ള ശക്തി ഇല്ലാന്ന് മനസ്സിലായപ്പോൾ ഞാൻ ഈ പരമകാരുണികനായ ദൈവത്തെ ഞാൻ കൂട്ടുപിടിച്ചു. കാരണം വേറെ ഒരാളെയും വിശ്വസ്തയോടുകൂടി എനിക്ക് കൂട്ടുപിടിക്കാൻ പറ്റില്ല എന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ദൈവത്തെ കൂട്ടുപിടിച്ചു. എന്നിട്ട് ഇനി മുതൽ ഞാൻ എൻ്റെ തീരുമാനങ്ങളും എൻ്റെ എന്താ പറയുക നടപടികളുമെല്ലാം എൻ്റെ ഇഷ്ടത്തിനല്ല, ഈ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി കാത്തു നിൽക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ശരിക്കും മൂന്നാം പടി എന്ന് പറയുന്നത്. അത് ഒരു മിനിറ്റ് നേരം മൗനമായിട്ടിരുന്ന് എൻ്റെ ഉള്ളിലേക്ക് ചോദിച്ചാൽ എന്നോട് എൻ്റെ ഉള്ളിൽ നിന്ന് പറയും, വിജയ നീ അത് ചെയ്യണ്ട, നീ അങ്ങനെ ചെയ്യണ്ട, എങ്ങനെ ചെയ്യുന്നു. ആ ഒരു നമ്മുടെ ഉള്ളിലുള്ള നമ്മളുടെ ഈശ്വരൻ പറയുന്നത് കേൾക്കാൻ, എന്നിട്ട് അത് കേട്ടാൽ മാത്രം പോരാ, അത് നമ്മൾ ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ ഏൽപ്പിച്ചു എന്ന് പറയുന്നത്. എൻ്റെ ജീവിതവും എൻ്റെ ഇതൊക്കെ ഞാൻ ദൈവത്തിന്റെ സംരക്ഷണയിൽ വിട്ടുകൊടുക്കാൻ, ഇച്ഛകളും ജീവിതവും ദൈവത്തിന്റെ സംരക്ഷണയിൽ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ മൊത്തത്തിൽ ആ ദൈവത്തിനെ അങ്ങ് ഏൽപ്പിച്ചു. എന്നിട്ട് ദൈവം പറയുന്നത് പോലെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തീരുമാനിക്കുന്നു. ഈ ദൈവം പറയുന്നത് എവിടെ നിന്നാണ് പറയുക? ദൈവം മോളിൽ നിന്നല്ല പറയുക, ഉള്ളിൽ നിന്നാണ് പറയുക. എൻ്റെ ഉള്ളിൽ നിന്ന് എന്നോട് പറയും. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു നന്മയുണ്ട്. ഉള്ളിൻ്റെ ഉള്ളിൽ നന്നായി ജീവിക്കണമെന്ന്, നല്ലപോലെ പോകണം എന്നുള്ള ഒരു നല്ല ചിന്ത നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ നമ്മൾ വളർത്തിക്കൊണ്ട് വന്നതാണ് ഈ മദ്യാസക്ത രോഗവും അതിൻ്റെ ദൂഷ്യകാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്തു. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ എടുത്ത് നമ്മളൊരു പാവമാണ്. ആ ഉള്ളിൽ നിന്ന് പറയുന്നു, അത് നീ അതിന് പോകണ്ട, നീ ഇത് ചെയ്താൽ മതി, നിനക്ക് നന്നായി ജീവിച്ചുകൂടെ, അതിന് ഞാനില്ലേ കൂടെ എന്നൊക്കെ പറയുന്ന ഒരു ഈശ്വരൻ നമ്മുടെ ഉള്ളിലുണ്ട്. ആ ഈശ്വരനെ കേൾക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ആ ഈശ്വരന് വഴങ്ങാത്ത, ഈശ്വരന്റെ ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ നന്മയുടെ വശമല്ലാത്ത കുറെ സ്വഭാവ സവിശേഷതകൾ എനിക്കുണ്ട് എങ്കിൽ ആ സവിശേഷതകൾ ഞാൻ ഏതൊക്കെയാണ് കണ്ടെത്തിയതെന്ന് മീറ്റിംഗ് ഷെയർ ചെയ്യുന്നു. എൻ്റെ ഏതെല്ലാം സ്വഭാവ ദൂഷ്യങ്ങളെ ഞാൻ കണ്ടെത്തി, എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ എങ്ങനെ അതിനെ ഓവർകം ചെയ്തു, എന്നിട്ട് അതിൻ്റെ റിസൾട്ട് എന്താണ്, എന്നിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വീണ്ടും വീണ്ടും ഇടയ്ക്ക് തല പൊക്കുമ്പോൾ ഞാൻ അതിന് വീണ്ടും എന്താണ് ചെയ്യുന്നത്. ഒരു ഉദാഹരണത്തിന് ദേഷ്യക്കാരനാണെന്ന് ഞാനൊരു ഐഡന്റിഫൈ ചെയ്തപ്പോൾ ഞാൻ എങ്ങനെ എൻ്റെ ദേഷ്യം കുറയ്ക്കാമെന്നുള്ള വിവരം ഞാൻ സ്വന്തമായി വിശകലനം ചെയ്യുന്നു, ദൈവത്തിനോട് ചോദിക്കുന്നു, എന്നിട്ട് ഞാൻ മീറ്റിങ്ങിൽ ഷെയർ ചെയ്യുന്നു. രണ്ട് സമയത്താണ് ഷെയർ ചെയ്യേണ്ടത്. ഒന്ന്, എനിക്ക് പരിഹരിക്കാൻ പറ്റാത്ത ഒരു സംഗതി എനിക്ക് ഫീൽ ചെയ്തെങ്കിൽ അത് പങ്കുവയ്ക്കാം. എനിക്ക് ഇങ്ങനെ ഒരു സംഗതി ഉണ്ട്, അത് കഴിയുന്നില്ല. അപ്പൊ നമ്മളത് പങ്കുവെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നൊരു സജഷൻ വരും, നീ അങ്ങനെ ചെയ്താൽ മതി. വേറെ ആരും പറഞ്ഞു തന്നുള്ളൊന്നൊന്നുമില്ല. പറഞ്ഞു തന്നാൽ നല്ലത്, പറഞ്ഞു തന്നില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ സജഷൻ വരും. കാരണം ഇതിൻ്റെ ഒക്കെ പരിഹാരവും, പ്രശ്നം മാത്രമല്ല, ഇതിന്റെ പരിഹാരവും നമ്മുടെ ഉള്ളിലുണ്ട്, നമ്മളത് കാണുന്നില്ല എന്ന് മാത്രം. കാരണം നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ഒരു പരിഹാരം മാത്രമാണ് നമുക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അതിനോട് നമ്മൾ കേൾക്കാൻ വേണ്ടി ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കത് പ്രാവർത്തികമാക്കാൻ എളുപ്പമാണ്. മറ്റൊരാൾ പറഞ്ഞത് കേട്ട് ചെയ്യാൻ നമുക്ക് പ്രയാസമാണ്. എൻ്റെ ഉള്ളിൽ നിന്നാണ് വരുന്നതെങ്കിൽ എനിക്കത് കേൾക്കാൻ പറ്റും. അപ്പൊ നമ്മളിത് ഷെയർ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് സജഷൻ വരും, നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി. അങ്ങനെ ചെയ്ത് അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് എന്ത് ചെയ്യുന്നു, മെല്ലെ അത് അപ്ലൈ ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഒരാഴ്ചയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അതിനൊരു റിസൾട്ട് ഉണ്ടാവും. ഈ റിസൾട്ട് ചിലപ്പോൾ ചെറിയ പുരോഗതി ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ അത് പരാജയമായിരിക്കും ഉണ്ടാവുക. പുരോഗതി ഉണ്ടാവും, ചിലപ്പം പരാജയം ഉണ്ടാവും. ഈ പുരോഗതി ആയാലും പരാജയമായാലും അത് വീണ്ടും പങ്കുവെക്കണം. അങ്ങനെ പുരോഗതിയും പരാജയവും വീണ്ടും പങ്കുവെച്ച് അതിനു വേണ്ടി ഈ ഈശ്വരനെ നമ്മളുടെ കൂടെ നിർത്താൻ വേണ്ടിയിട്ട് ചില മെഡിറ്റേഷന്, ധ്യാനവും പ്രാർത്ഥനയും ഒക്കെ കൊണ്ട് നമ്മൾക്ക് ഒരു വളർച്ച, അതായത് നമ്മൾ ഏയിൽ വന്ന് അന്നുള്ളതിനേക്കാൾ സ്വയം വളരാൻ, നമ്മുടെ മാനസികമായി വളരാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഇടമാണ് ഈ മീറ്റിംഗ്. അപ്പൊ അവിടെ എല്ലാവരും വളരെ ശ്രദ്ധാപൂർവം ഇത് കേട്ടുകൊണ്ടിരിക്കും. അത് കേട്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് മറുപടി തരാനല്ല അവർ കേൾക്കുന്നത്.
ഇത്രയും പേരോട് ഞാനിത്, ഇത്രയും പേരുടെ മുമ്പിൽ ഇത് ഞാനിത് ഷെയർ ചെയ്തു എന്നുള്ളത് എന്നെ ഒരു ബാധ്യസ്ഥനാക്കുന്നു. ഇൻഡയറക്ട്ലി എനിക്ക് ഇത് പരിഹരിക്കണമെന്നുള്ള ബാധ്യതയുണ്ടാവുന്നു. അങ്ങനെ ഞാൻ വീണ്ടും ഇത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. ഞാനിത് ഇങ്ങനെ ഷെയർ ചെയ്യുന്നതിലൂടെ മറ്റുള്ളവർക്ക് എന്താ ഗുണം? മറ്റുള്ളവർക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളിൽ അവർക്കുണ്ടെങ്കിൽ ഞാൻ ഇതെന്താണ് ചെയ്തതെന്ന് അവർക്കൊരു സപ്പോർട്ടായിട്ട് കിട്ടും. അപ്പൊ അവരവിടെ ലേൺ ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞെന്ന് വിചാരിക്കുന്നു. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിങ്ങിൽ വന്നിട്ട് സ്റ്റഡി അല്ല നടക്കുന്നത്, ലേണിംഗ് ആണ്. പഠനം അല്ല, ഉൾക്കൊള്ളലാണ്. അതായത് പഠനം എന്ന് പറയുന്നത് ബുദ്ധിതലത്തിൽ, ഉൾക്കൊള്ളൽ എന്ന് പറയുന്നത് ഹൃദയതലത്തിലാണ്. അപ്പൊ ഹൃദയത്തിലേക്കാണ് അത് ഉൾക്കൊള്ളുന്നത്. അപ്പൊ മറ്റൊരാളുടെ പങ്കുവയ്ക്കൽ കേൾക്കുമ്പോൾ, ഷെയറിങ് കേൾക്കുമ്പോൾ, അത് ഈ പറഞ്ഞതുപോലെയുള്ള ഷെയറിങ് കേൾക്കുമ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിലേക്ക് അത് കയറും. അങ്ങനെ ഉള്ളിലേക്ക് കയറുമ്പോൾ എനിക്കും അങ്ങനെ ആവണം എന്ന ഒരു ചിന്ത മനസ്സിൽ വരും. അങ്ങനെ മനസ്സിൽ വന്നു കഴിഞ്ഞാലാണ് നമ്മൾ അതിന്റെ ആപ്ലിക്കേഷൻ തുടങ്ങുക. നാളെ മുതൽ എനിക്ക് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന് മുതൽ അത് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. ഈ മദ്യാസക്ത രോഗിയാണ് എന്ന് ഒരാൾ പറഞ്ഞിട്ടല്ല ഞാൻ അറിയേണ്ടത്, ഞാൻ തിരിച്ചറിയുക വേണ്ടത്. മറ്റൊരാളുടെ മദ്യാസക്ത രോഗത്തിന്റെ ലക്ഷണങ്ങൾ അവർ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മദ്യാസക്ത രോഗത്തിന്റെ ലക്ഷണങ്ങളെ ഞാൻ ഐഡന്റിഫൈ ചെയ്യുന്നു, ഞാൻ തിരിച്ചറിയുന്നു, എൻ്റെ സ്വഭാവ ദൂഷ്യങ്ങളെ ഞാൻ തിരിച്ചറിയുന്നു. എന്നിട്ട് ഞാനത് മെച്ചപ്പെടുത്താൻ വേണ്ടി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് ആ മെച്ചപ്പെട്ട കാര്യങ്ങൾ വീണ്ടും പറയുന്നു. ഇത് ഒരു ലോങ് ടൈം പ്രോസസ്സാണ്. കാരണം ഒരാളും പക്ക നല്ലവരായിട്ടില്ല. എന്തെങ്കിലും ഒക്കെ ഇനിയും ഇനിയും അയാൾ മെച്ചപ്പെടാനുണ്ടാവും. അതുകൊണ്ട് ഈ ചില മീറ്റിങ്ങിൽ പോയാൽ കാണാം, ഒരു പഴമക്കാരനാണെന്ന് പറയുന്ന ഒരാള്, അയാൾ മെച്ചപ്പെട്ട ഒരാളല്ല, എല്ലാം മെച്ചപ്പെട്ട ഒരാളല്ല. അയാൾ കുറെ കാര്യങ്ങളിൽ അയാൾ മെച്ചപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇനിയും ഒരുപാട് കാര്യങ്ങളിൽ മെച്ചപ്പെടാൻ. കാരണം നമ്മളുടെ ഓരോ വയസ്സിലും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ വ്യത്യസ്തമാണ്. ഇപ്പൊ 20 വയസ്സിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളല്ല 30 വയസ്സിൽ. 30 വയസ്സിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളല്ല 40, അതല്ല 50, അതല്ല 60, അതല്ല 70. ഓരോ പ്രായം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ പ്രശ്നങ്ങളുടെ രീതികൾ മാറിക്കൊണ്ടിരിക്കുക ചെയ്യും. അതുകൊണ്ട് തന്നെ ഇതൊരു ഉം, എന്താ പഠിച്ച് തീർന്ന ഒരു സംഗതിയല്ല, ജീവിതമാണ് സംഗതി. ജീവിക്കാനാണ് പഠിക്കുന്നത്. ഓരോ ഘട്ടത്തിലും എങ്ങനെയാണ് ഞാൻ ജീവിക്കേണ്ടത്, എങ്ങനെയാണ് ഇടപെടേണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കേണ്ടത്, ഉൾക്കൊള്ളേണ്ടത്. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നു. എൻ്റെ ഓരോ മൊമെന്റിലും ഞാൻ ജീവിക്കുമ്പോൾ അത് എന്താണ്, ഒരു ആത്മീയത ഉണ്ടാവണം, ശരിയായ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ സമയം ചിലവഴിക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഏതെല്ലാം മേഖലയിലാണ് പ്രധാനമായിട്ട് ഇയാള് മാറ്റം വരുത്തേണ്ടത് എന്നുള്ള വിവരം ഇയാള് ചിന്തിക്കണം. അതായത് കുടിയിൽ നിന്ന് മാറി നിൽക്കലല്ല നമ്മളുടെ ലക്ഷ്യം. ഇവിടെ നമ്മളുടെ ക്യാരക്ടർ മെച്ചപ്പെടുത്തലാണ്, നമ്മളുടെ സ്വഭാവത്തെ മെച്ചപ്പെടുത്തലാണ്. ആ, രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന് കുടി നിർത്തുക, രണ്ട് സ്വഭാവം മെച്ചപ്പെടുത്തുക. ഇതാണ് ഇതില് മദ്യപാനികളുടെ വീട്ടിലുള്ളവരും കുടുംബക്കാരും ഒക്കെ പറയുന്ന ഒരു കാര്യം, അയാളുടെ ആ നശിച്ച കുടിയൊന്ന് നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇയാളുടെ സ്വഭാവം നന്നായേനെ. ആ നശിച്ച കുടി കാരണമാണ് അയാളുടെ സ്വഭാവം മോശമായത്. എന്നാൽ നമ്മൾ പറയുന്നത് ഈ നമ്മുടെ സ്വഭാവമാണ് നമ്മളെ കുടിയിലേക്ക് നയിച്ചത്. അതാണ് ഒരു വ്യത്യാസം. നമ്മളുടെ മോശപ്പെട്ട സ്വഭാവമാണ് നമ്മൾ കുടിക്കാൻ കാരണം. ആദ്യം എന്താണ് നിർത്തേണ്ടത്? ആദ്യം എന്തിലാണ് മാറ്റം വരുത്തേണ്ടത്? കുടി നിർത്തലാണോ മാറ്റം വരുത്തേണ്ടത്? അത് സ്വഭാവം മെച്ചപ്പെടുത്തലാണ്, അവിടെയാണോ മാറ്റം വരുത്തേണ്ടത്? നേരത്തെ ഒക്കെ ഉണ്ടായിരുന്നത് ആ കുടി അങ്ങോട്ട് നിർത്തുക. കുടി അങ്ങ് നിർത്തി കഴിയുമ്പോൾ അയാളുടെ ക്യാരക്ടർ ആ പഴയ ക്യാരക്ടർ തന്നെയല്ലേ. അപ്പൊ അയാൾ കുടി മാത്രമേ മാറ്റി വെച്ചിട്ടുള്ളൂ. അപ്പൊ ആ കുടിക്കാനുള്ള അയാളുടെ നൂറുകണക്കിന് സംഭവങ്ങളുണ്ട്. ഒരു കുടിയിലേക്ക് നയിക്കുന്ന നൂറുകണക്കിന് സ്വഭാവ ദൂഷ്യങ്ങളുണ്ട്. ഇപ്പൊ ഒരു ദേഷ്യം വന്നാൽ കുടിച്ചു പോവും, സങ്കടം വന്നാൽ കുടിച്ചു പോവും,
ഭയം വന്നാൽ കുടിച്ചു പോകും, ടെൻഷൻ വന്നാൽ, അഹങ്കാരം വന്നാൽ, അങ്ങനെയുള്ള ഏത് വികാരം വന്നാലും കുടിച്ചു പോകും. അതുപോലെ തന്നെ നഷ്ടങ്ങൾ വന്നാൽ കുടിച്ചു പോകും, ലാഭം വന്നാൽ കുടിച്ചു പോകും, സന്തോഷം വന്നാൽ കുടിച്ചു പോകും, സങ്കടം വന്നാൽ കുടിച്ചു പോകും, അതൊക്കെ കുടിച്ചു പോകും. വിശപ്പ് വന്നാൽ കുടിച്ചു പോകും. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഫങ്ഷൻ, യാത്ര പോലുള്ള ഫങ്ഷൻ, ആഘോഷങ്ങൾ വന്നാൽ കുടിച്ചു പോകും. ഇങ്ങനെ കുടിച്ചു പോവാനുള്ള നൂറുകണക്കിന് സന്ദർഭങ്ങൾ നമ്മുടെ ലൈഫിലുണ്ട്. ആ ലൈഫിലുള്ള ആ ഓരോ സന്ദർഭം, ഒരാൾ നമ്മളോട് മോശമായിട്ട് പെരുമാറിയാൽ പോലും നമ്മൾ കുടിച്ചു. അപ്പൊ നമ്മുടെ തൊഴിലില് വേണ്ടത്ര വിജയമില്ലെങ്കിൽ കുടിച്ചു പോകും. നമുക്ക് ക്ഷീണം വന്നാൽ കുടിച്ചു പോകും. അപ്പൊ ഈ ഓരോ ഘട്ടത്തിലും ഇപ്പൊ തൊഴിലിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ, പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ, സാമ്പത്തികമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ ബന്ധങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ, ആ ഒക്കെ തന്നെ ആം, ഇയാളുടെ മനസ്സ് എന്താ പറയാ, ചഞ്ചലമാകും. അപ്പൊ ഈ മനസ്സ് ചഞ്ചലമായി കഴിഞ്ഞ് അതിനെ നിയന്ത്രിക്കാനുള്ള ഒരു ഒരു മാനസികമായ ഒരു ഉം, ഏ, എന്താ പറയാ, ഒരു കഴിവ് ഈ മദ്യാസക്തിന് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് അയാൾക്ക് അറിയാവുന്ന, മനസ്സിനെ സ്വസ്ഥമാക്കാൻ അയാൾക്ക് അറിയാവുന്ന ഏക മാർഗം രണ്ടു പേർക്ക് അടിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് അയാൾ പോയി കുടിച്ചു പോകുന്നത്. അപ്പൊ കുടിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയല്ല ഒരു മദ്യാസക്തനും പോയി കുടിക്കേണ്ടത്. കുടിച്ചു പോവലാണ്. കുടിക്കരുത് കുടിക്കരുത് എന്ന് ചിന്തിച്ചാലും പിന്നെയും കുടിച്ചു പോകുന്നത് അയാൾക്ക് കുടിക്കാതിരിക്കാൻ കഴിയാത്ത ഒരവസ്ഥ ഉള്ളതുകൊണ്ട്, അതായത് അയാളുടെ മാനസിക പ്രശ്നങ്ങളാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രശ്നങ്ങൾ പ്രധാനമായിട്ടും നാലോ അഞ്ചോ തരത്തിലുള്ള പ്രശ്നങ്ങൾ വരാം. ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആരോഗ്യ പ്രശ്നങ്ങളാണ്. പലവിധ രോഗങ്ങൾ, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള്. അതുകൊണ്ട് നമുക്ക് എപ്പോഴും അസ്വസ്ഥത ഉണ്ടാവും. പലതും പല ഭക്ഷണവും പറ്റില്ല, പല സാധനം പറ്റില്ല, അങ്ങനെ രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് അസ്വസ്ഥത ഉണ്ടാവും. നമുക്ക് മാത്രമല്ല, വീട്ടിലുള്ള ആർക്കെങ്കിലും രോഗങ്ങൾ വന്നാലും അസ്വസ്ഥത ഉണ്ട്. അസ്വസ്ഥത മനസ്സിന്റെ ബലം കുറയ്ക്കുന്നു. രണ്ടാമത്തെ അസ്വസ്ഥത തൊഴിലാണ്. തൊഴിൽ നമുക്ക് ഇഷ്ടപ്പെട്ട തൊഴിലുണ്ട്, ഇഷ്ടമില്ലാത്ത തൊഴിലുണ്ട്. പക്ഷെ നിർവാഹമില്ലാണ്ട് അതിന് പോകേണ്ടി വരുന്നു. അതിനോടൊന്നും യോജിക്കാൻ കഴിയാതെ ഈ തൊഴിലിനോട് ഭയങ്കരമായി ഇറിറ്റേഷൻ ആയിരിക്കുന്ന, ഭയങ്കര ടഫാണെന്ന് വിചാരിക്കുന്ന പല തൊഴിലും ഈ കുടിയിലേക്ക് നയിക്കുന്നു. അതുപോലെ സാമ്പത്തിക പ്രശ്നങ്ങൾ. സാമ്പത്തിക പ്രശ്നങ്ങൾ, വേണ്ടത്ര ചെലവിനനുസരിച്ചുള്ള വരുമാനം ഇല്ലാതെ വരുമ്പോൾ വീണ്ടും വീണ്ടും ധാരാളം ചെലവുകൾ വരുന്നു. അത് മാനേജ് ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ ഇഷ്യൂസ് ഉണ്ടാവും. ഏറ്റവും കൂടുതൽ ഇഷ്യൂസ് ഉണ്ടാവുന്നത് ഈ ഇപ്പൊ പറഞ്ഞ മൂന്ന് മേഖല ഞാൻ പറഞ്ഞു. ഒന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ, രണ്ട് സാമ്പത്തിക പ്രശ്നങ്ങൾ, മൂന്ന് തൊഴിൽ പ്രശ്നങ്ങൾ. ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഇത് മൂന്നിലല്ല, ബന്ധങ്ങളിലാണ്. മറ്റുള്ള ആൾക്കാരാണ് നമ്മളെപ്പോഴും ബുദ്ധിമുട്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ചില ആൾക്കാരുടെ പെരുമാറ്റം നമ്മളെ ഇറിറ്റേറ്റഡ് ആക്കും. ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ വീട്ടിലുള്ളവരായിരിക്കാം. വീട്ടിലുള്ള ഭാര്യ അല്ലെങ്കിൽ മക്കള്, അച്ഛൻ, അമ്മ, അമ്മായിയമ്മ തുടങ്ങിയ ആൾക്കാരുണ്ട് അവരുടെ വീട്ടിൽ. ഇവരുടെയൊക്കെ ചില പെരുമാറ്റങ്ങളൊന്നും നമ്മൾ വിചാരിച്ചതുപോലെ ആവില്ല. അതുകൊണ്ട് നമുക്കത് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാക്കും. ഇതേപോലെ പുറമേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഓരോ ഞരമ്പ് രോഗികളുണ്ട്, ഓരോ ഈ എന്താ പറയാ, ഇങ്ങനെ ചൊറിയുന്ന ആൾക്കാരുണ്ട്. അത് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ വേഗം കൊളുത്തുന്ന ആൾക്കാരുണ്ട്. ഈ ശരിക്കും പറഞ്ഞാല് ഏഹ്, മറ്റുള്ള ആൾക്കാരുടെ പെരുമാറ്റം എല്ലാം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. നമ്മൾ വിചാരിക്കുന്നത് പോലെ പെരുമാറുന്ന ഒരാളും ഇല്ല. അപ്പൊ നമുക്കത് ഭയങ്കരമായ ഇറിറ്റേഷൻ ഉണ്ട്. അത് ബന്ധങ്ങളാണ്. അത് കുടുംബ ബന്ധങ്ങളായാലും ശരി, സാമൂഹ്യ ബന്ധങ്ങളായാലും ശരി, ഈ ബന്ധങ്ങളാണ് നമ്മളെ വല്ലാതെ പിടിച്ചുലയ്ക്കുന്നത്. അത് മാനേജ് ചെയ്യാൻ വല്ലാത്ത പ്രയാസമുണ്ടാകും. ഇപ്പൊ ഇങ്ങനെ ഈ അഞ്ച് മേഖലയിൽ ഈ നിരന്തരമായി പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക്, അയാൾക്ക് ഇതിനെ ഒരു ശാന്തമായി പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ, ആ പരിഹരിക്കാനുള്ള അയാളുടെ ക്യാരക്ടർ, അയാളൊരു പരിഹരണ രീതി ഉണ്ടല്ലോ. ഒരു പ്രശ്നം വന്നാൽ ആ പ്രശ്നത്തെ സ്വസുദ്ധമായി നേരിട്ട് അതിൻ്റെ വരും വരായികൾ എന്താണെന്ന് അന്വേഷിച്ച് അതിൻ്റെ റിസോഴ്സ് കണ്ടെത്തി അതിനെ വിശകലനം ചെയ്ത് അതിനെ പരിഹരിക്കുന്ന ഒരു പ്രക്രിയയാണ് നടക്കേണ്ടത്. പ്രശ്നങ്ങളില്ലാത്ത ആൾക്കാരില്ല. പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലഭ്യമായ നമ്മളുടെ റിസോഴ്സും കഴിവുകളും നമ്മളുടെ റിസോഴ്സും ഉപയോഗിച്ചുകൊണ്ട്
പരിഹരിക്കാൻ കഴിയാത്ത ഒരു സംഗതി നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുമ്പോഴാണ് അതിനെ നമ്മൾ പ്രശ്നം എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ഏതെങ്കിലും തരത്തിൽ അതിനെ പരിഹരിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ ആ കഴിവ് നേടി എന്ന് പറയും. ഈ മദ്യാസക്തരെ സംബന്ധിച്ചിടത്തോളം 10-20 വയസ്സിൽ മദ്യപാനം തുടങ്ങിയ ഒരാൾക്ക് ഈ ശേഷി കുറഞ്ഞിരിക്കും. അതായത് ഒരു പ്രശ്നം, അതാണ് പ്രശ്നം അല്ലേ? അതിന് ഇന്ന ഇന്ന കാരണങ്ങളുണ്ട്, സംഗതികളുണ്ട്. അത് ഇങ്ങനെ ചെയ്ത് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് അത് പരിഹരിക്കണം. ഇപ്പൊ നമ്മളൊരു രാഷ്ട്രീയ നേതാക്കന്മാരെ നോക്കുക, ഇപ്പൊ ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ പ്രധാനമന്ത്രിയൊക്കെ എടുത്തു നോക്കുക, അവരുടെ മുന്നിലേക്ക് ലക്ഷക്കണക്കിന് പ്രശ്നങ്ങൾ വരുന്നു. ഈ പ്രശ്നങ്ങൾ വന്നു കഴിയുമ്പോൾ ആ പ്രശ്നങ്ങളെ അവർ ശരിയായി വിശകലനം ചെയ്യുന്നു. ഒരു കളക്ടറായാലും ശരിയായി വിശകലനം ചെയ്യുന്നു, ഒരു പോലീസ് ഓഫീസറായാലും അത് വിശകലനം ചെയ്യുന്നു, കോടതിയിലാണ് വിശകലനം ചെയ്യുന്നു, എന്നിട്ട് അതിന്റെ പരിഹാരം ഉണ്ടാക്കുന്നു. അപ്പൊ ആ വിശകലന ശേഷി നമ്മളിൽ നിന്ന് അത് ഏഹ്, കുറഞ്ഞു പോകുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ ശരിയായ തീരുമാനം എടുക്കാൻ കാലതാമസം നേരിടുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പ്രശ്നം എന്ന് പറയുന്നത്. ആകെ പ്രശ്നത്തിലാണ്. അപ്പൊ അതെന്തുകൊണ്ടാണ് അങ്ങനെ നമുക്ക് സംഭവിച്ചത് വെച്ചാൽ, ഈ കഴിവ് നേടേണ്ട ഒരു നല്ല കാലത്ത് നമ്മൾ ഈ കഴിവ് നേടാനുള്ള പ്രശ്നങ്ങൾ വന്നപ്പോൾ അത് പരിഹരിക്കാൻ ശ്രമിക്കാതെ പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയോ പ്രശ്നങ്ങളെ നെവർ മൈൻഡ് ആക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ട് നമ്മൾ മദ്യപിച്ചു. അതുകൊണ്ട് ഈ കഴിവ് നേടാനുള്ള അവസരങ്ങളെ നമ്മൾ ഉപയോഗിച്ചില്ല. മറ്റേ നേതാക്കന്മാരൊക്കെ അവരവരുടെ നല്ല കാലത്ത് ഈ കഴിവ് നേടാനുള്ള അവസരം ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെ നമുക്ക് അവർക്കും എല്ലാവർക്കും വരുന്നുണ്ട്, ഇപ്പോൾ പരിഹരിക്കാൻ കഴിയാത്ത ഒരു കാര്യം വരുന്നുണ്ട്. പക്ഷെ അവരത് പരിഹരിക്കുന്നു, നമ്മൾ അത് പരിഹരിക്കുന്നില്ല. അവരത് പ്രശ്നമാണെന്ന് പറയുന്നില്ല, നമ്മളത് പ്രശ്നമാണെന്ന് പറയുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് ഇനിയുള്ള കാലത്ത് ഈ പ്രശ്നത്തെ എങ്ങനെയാണ് ഞാൻ മറികടക്കേണ്ടത് എന്നുള്ളത് ശരിയായി ഉൾക്കൊണ്ട് അത് മറികടക്കുക വേണ്ടത്. ഇത് മറികടക്കണമെങ്കിൽ നമ്മൾക്ക് ലഭിക്കുന്ന ഏറ്റവും നല്ല അവസരമാണ് കൂട്ടായ്മ. കൂട്ടായ്മയിൽ ചെന്ന് എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എനിക്ക് ഒറ്റയ്ക്ക് ഇത് പരിഹരിക്കാൻ കഴിയുന്നില്ല, ഇങ്ങനെ 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 ഞാൻ നോക്കി, പക്ഷെ എന്താ ചെയ്യാ, പരിഹാരമില്ല എന്ന് ഞാനത് പറയുന്നു എന്ന് കരുതുക. ഇങ്ങനെ ഞാനത് ഉറക്കെ പറഞ്ഞാൽ, ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, ഏഹ് നമ്മളുടെ ഒരു പ്രോബ്ലം നമ്മൾ ചിന്തിച്ചുകൊണ്ട് നടന്നാൽ അതിന് പരിഹാരം കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ഉറക്കെ പറഞ്ഞാൽ അതിന് പരിഹാരം ഉണ്ടാവും. അതൊരു വലിയ ഒരു കണ്ടെത്തലാണ്. ഉറക്കെ പറയാം. പക്ഷെ ഉറക്കെ പറയുമ്പോൾ അത് കേൾക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കേൾക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും കേൾക്കണം. ചില ആൾക്കാർ ഈ വക സംഗതികളൊക്കെ ഫോണിൽ വിളിച്ച് പറയാം. എന്നെ വിളിച്ച് പല ആൾക്കാരും ഫോണിൽ വിളിച്ച് പറയും. അപ്പൊ ഈ പറയുന്ന സമയത്ത് കേൾക്കുന്ന ആൾ ചെയ്യേണ്ട കാര്യം അത് ഫുള്ളായിട്ടിരുന്ന് കേൾക്കലാണ്. ഞാനൊരു കൗൺസിലറാണ്. അപ്പൊ കൗൺസിലിങ്ങിന് വരുന്ന ആൾക്കാര്, പ്രശ്നങ്ങളുമായിട്ട് വരുന്ന ആൾക്കാരുടെ കൗൺസിലർ ചെയ്യുന്ന ഒരു മാർഗം എന്ന് പറയുന്നത്, ആ കക്ഷിയോട് ചോദിക്കുക ചെയ്യുക, നിങ്ങളുടെ പ്രശ്നം എന്താ. ആ കക്ഷി ഈ പ്രശ്നങ്ങൾ മുഴുവൻ അങ്ങോട്ട് പറയും. അത് മുഴുവനും പറഞ്ഞു കഴിയുമ്പോൾ മിക്കവാറും കൗൺസിലർമാർ കൊടുക്കുന്ന ഒരു മറുപടി തിരിച്ചൊരു ചോദ്യമാണ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ അയാൾ തന്നെ അതിനൊരു മറുപടി പറയും, ഇങ്ങനെ ചെയ്യാൻ പറ്റും. ശരി, എന്നാൽ ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ അങ്ങനെ ചെയ്തു നോക്കൂ എന്ന് പറഞ്ഞിട്ട് പല കേസ് കെട്ടുകളും വിടുന്നത്. അതായത് ഉറക്കെ പറയുകയും അത് വേറൊരാൾ കേൾക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ പരിഹാരം എന്നിൽ നിന്ന് തന്നെ ഉണ്ടാകും എന്നുള്ളത് ഇതിന്റെ ഒരു തെളിവാണ്. അതുകൊണ്ട് ഏഹ്, അങ്ങനെ കേൾക്കാനുള്ള ഒരാളല്ല, ഒന്നിലധികം ആൾക്കാരുള്ള ഒരിടത്താണ് ഞാനിത് പോയി പറയുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് എൻ്റെ പ്രശ്നത്തിന്റെ പരിഹാരവും ആവുന്നതോടൊപ്പം തന്നെ അതേപോലുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് പരിഹരിക്കാനുള്ള കഴിവും ഞാൻ നേടുന്നു. അപ്പോൾ ഞാൻ വളരുന്നു. അപ്പൊ സ്വയം വളരാനുള്ള ഒരു കൂട്ടായ്മയാണ്. സ്വയം വളരുക. എന്നെ ആർക്കും വളർത്താൻ പറ്റില്ല. എൻ്റെ മാനസികമായ കഴിവുകൾ ആർക്കും വേറെ ഒരാൾക്കും വളർത്താൻ കഴിയില്ല. എന്നെ ചീത്ത പറഞ്ഞോ, എന്നെ വഴക്ക് പറഞ്ഞോ, എന്നെ ഗുണദേശിച്ചോ ഉപദേശിച്ചോ എന്നെ ആർക്കും വളർത്താൻ പറ്റില്ല. വളരേണ്ടത് എൻ്റെ ഉള്ളിൽ നിന്നാണ്. എൻ്റെ ഉള്ളിൽ നിന്ന് വളരണമെങ്കിൽ ഞാനാണ് തീരുമാനിക്കേണ്ടത്.
ഞാൻ തീരുമാനിക്കണമെങ്കിൽ എൻ്റെ പ്രശ്നം എന്താണെന്ന് കണ്ടെത്തുന്നു, എന്നിട്ട് അതിൻ്റെ സൊല്യൂഷൻസ് ഞാൻ കണ്ടെത്തുന്നു, അങ്ങനെ ഞാനത് പരിഹരിക്കുന്നു, അങ്ങനെ 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 ഞാൻ വളരുന്നു. ഇങ്ങനെ വളരണമെങ്കിൽ, സ്വയം വളരണമെങ്കിൽ അത് വളരാൻ പറ്റിയ ഒരു ഇടം വേണം. ഇപ്പൊ ഒരു ചെടി വളരണമെങ്കിൽ ആ ചെടി എവിടെയെങ്കിലും കൊണ്ട് നട്ടാൽ പോരാ. അത് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത്, വെള്ളം കിട്ടുന്ന സ്ഥലത്ത്, മണ്ണൊലിച്ചു പോവാത്ത സ്ഥലത്ത്, അങ്ങനെയുള്ള ഒരു നല്ല സ്ഥലത്ത് ഈ ഒരു ചെടി നടുകയും അതിന് ചെറിയതായ ഒരു സംരക്ഷണം കൊടുക്കുകയും ചെയ്താൽ ആ ചെടി സ്വയമേ വളർന്നോളും. സ്വയം വളരും. ചെടിയെ ആരും വളർത്തുകയല്ല ചെയ്യുന്നത്, സ്വയം വളരുക ചെയ്യും. അതേപോലെയാണ് മീറ്റിങ്ങിൽ വരുന്ന ഒരാളെയും മറ്റൊരാൾ നന്നാക്കുകയല്ല ചെയ്യുന്നത്, ഓരോരുത്തരും സ്വയം വളരുകയാണ് ചെയ്യും. അന്തരീക്ഷം അനുകൂലമായാൽ ഏത് ചെടിയും വളരും. അന്തരീക്ഷം അനുകൂലമായിരിക്കണം. അപ്പൊ ഈ അന്തരീക്ഷം, അതായത് മദ്യാസക്തനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ അന്തരീക്ഷം എന്ന് പറയുന്നത് അയാളുടെ വീടും അയാളുടെ കുടിക്കേന്ദ്രങ്ങളും ഒക്കെയാണ്. ആ അന്തരീക്ഷം അനുകൂലമല്ല. അനുകൂലമായ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നതാണ് മീറ്റിംഗ്. അവിടെ ചെന്നാൽ ഈ അനുകൂലമായ അന്തരീക്ഷം നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ വളരും. അപ്പൊ നമ്മൾക്ക് സ്വയം വളരാനും എന്റെ വളർച്ചയിലൂടെ മറ്റുള്ളവരെ വളരാൻ സഹായിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടായ്മയാണ് ആൽക്കഹോളിക്സ് അനോണിമസ്. സ്വയം വളരുകയും മറ്റുള്ളവരെ വളരാൻ സഹായിക്കും. ഈ വളരുക എന്ന് പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എൻ്റെ കഴിവുകള്, എൻ്റെ മനോഭാവങ്ങള്, എൻ്റെ കാഴ്ചപ്പാടുകള്, എൻ്റെ വിശ്വാസങ്ങള്, എൻ്റെ ശീലങ്ങള്, എൻ്റെ സ്വഭാവം, ഇതൊക്കെ ആണ് വളരുന്നത്. അങ്ങനെ വളരുമ്പോൾ എൻ്റെ മോശപ്പെട്ടതെല്ലാം അങ്ങോട്ട് താഴോട്ട് താഴോട്ട് പോകും. ഇങ്ങനെ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മാറ്റുവാൻ പറ്റാത്ത മദ്യാസക്ത രോഗം എന്ന ഒരു ശരീരമുള്ള എനിക്ക് ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊരു തിരിച്ചറിവുണ്ടാകും. അങ്ങനെ വന്നു കഴിയുമ്പോൾ മദ്യാസക്ത രോഗത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയും. അപ്പോൾ രോഗത്തിൽ നിന്ന് ഏം, മദ്യപാനം നിർത്താനല്ല, മറിച്ച് നമ്മളുടെ ക്യാരക്ടറിൽ ഈ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മദ്യപിക്കാതിരിക്കാൻ അയാൾക്ക് സാധിക്കുന്നു. അപ്പൊ അതാണ് മാറ്റിവെക്കുന്നത്. മദ്യപാനം മാറ്റി വെച്ചിട്ടല്ല ഇതിനകത്ത് വരുന്നതെന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനത്തെ ഒരു കൂട്ടായ്മയാണ് സ്വയം വളരുകയും മറ്റുള്ളവർ വളരാൻ സഹായിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ കൂട്ടായ്മ അനുവർത്തിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. കൂട്ടായ്മയിൽ വളരെ ഇതായിട്ട് അനുവർത്തിക്കേണ്ട കാര്യങ്ങളാണ് പാരമ്പര്യത്തിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും. ഒന്നാമത്തെ കാര്യം തന്നെ ഐക്യത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. രണ്ടാമത് പറയുന്നത് ഈ കൂട്ടായ്മയെ നിയന്ത്രിക്കുന്നത് നമ്മൾ വിശ്വസിക്കുന്ന ദൈവം മാത്രമാണ്. ആ, മനസാക്ഷിയെ കൂടി പ്രതിഫലിക്കുന്ന സ്നേഹനിധിയായ ദൈവം എന്നാണ്. പിന്നെ ഈ കൂട്ടായ്മ എനിക്ക് വേണ്ടിയാണ് എന്നുള്ളൊരു ചിന്തയാണ്. എന്റെ മദ്യാസക്ത രോഗത്തിൽ നിന്ന് മാറാൻ വേണ്ടിയാണ്. മറ്റുള്ള ഒരു സ്ഥലങ്ങളും ഞാൻ പറഞ്ഞില്ലേ, ട്രയാങ്കിളിലെ 3 മൂല, രണ്ടാമത്തെ മൂല ഞങ്ങൾ എന്ന് പറയുന്നത്, ഈ ഞങ്ങൾ കൂടിയിരിക്കുന്നത് ഈ ഒരൊറ്റ ദൗത്യത്തിന് വേണ്ടിയിട്ടാണ്, മദ്യാസക്ത രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ള കാര്യം മാത്രമാണ്. എന്നാൽ മറ്റുള്ള കമ്മിറ്റി മീറ്റിങ്ങൊക്കെ അങ്ങനെയല്ല. അതിനൊക്കെ ഒരുപാട് കാര്യങ്ങൾക്ക് ദൗത്യങ്ങൾ പലതും ഉണ്ടാവും. ദൗത്യങ്ങൾ ഇവിടെ ഒരൊറ്റ ദൗത്യമേ ഉള്ളൂ. അതെന്താണ്? മദ്യാസക്ത രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുക. അതുകൊണ്ടാണ് ഓരോ ഗ്രൂപ്പും ആ ഗ്രൂപ്പിൻ്റെതായ സ്വയംഭരണ രീതിയിലുള്ളതായിരിക്കും എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഗ്രൂപ്പിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരൊറ്റ ഉദ്ദേശമുള്ളൂ, സ്വയം മദ്യപാനത്തിൽ നിന്ന് മാറി നിൽക്കുകയും മറ്റുള്ളവരെ അതിന് സഹായിക്കുകയും ചെയ്യാനാണ് ഓരോ ഉദ്ദേശം. മാത്രമല്ല ഈ ഗ്രൂപ്പിലേക്ക് പുറമേ നിന്നുള്ള എന്ത് സംഗതി വന്നാലും ആ ഗ്രൂപ്പിലേക്ക് കയറ്റാൻ പാടില്ല. അതായത് ചിലപ്പോൾ സാമ്പത്തികമായിട്ടായിരിക്കാം, അതല്ലെങ്കിൽ ഏതെങ്കിലും സംരംഭങ്ങളുമായിട്ടായിരിക്കാം, അതല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയാ വസ്തുപരമായ എന്തെങ്കിലും സംഗതി, അഭിമാനപരമായ ഏതെങ്കിലും കാര്യം പുറമേ നിന്ന് വന്നെങ്കിൽ അത് ഈ ഗ്രൂപ്പിലേക്ക് കയറ്റാൻ പാടില്ല. ഈ ഗ്രൂപ്പിന് പൊതുവായ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് പുറമേ നിന്നുള്ള സാമ്പത്തിക സഹായം സ്വീകരിക്കുന്നില്ല, നമ്മൾ ആർക്കൊട്ട് കൊടുക്കുന്നുമില്ല. അതായത് ഈ ഒരു കൂട്ടായ്മ നിലനിൽക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരൊറ്റ ലക്ഷ്യം എന്നത്. അതേപോലെ ഇതൊരു നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രസ്ഥാനമല്ല, സംഘടിതമായ ഒരു പ്രസ്ഥാനമേ അല്ല. ഇതൊരു കമ്മിറ്റിയോ ബോർഡോ നിയമങ്ങളോ ഉള്ള സാധനമല്ല. ഇതൊരു കൂട്ടായ്മയാണ്. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത്
ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നവരേ ഉള്ളൂ. ഉത്തരവാദിത്വമുള്ളവരാണ് ഇതിനകത്തുള്ള ആൾക്കാർ. അതായത് അധ്യക്ഷൻ എന്ന് പറയുന്നത് ആ മീറ്റിംഗ് നടത്താൻ ഏറ്റവും അധികം ഉത്തരവാദിത്വമുള്ള ആളാണ്. ഏറ്റവും കൂടുതൽ എല്ലാവർക്കും ഉത്തരവാദിത്വം ഉണ്ട്, അതിൽ ഏറ്റവും അധികം ഉത്തരവാദിത്വം ഇനിഷ്യേറ്റീവായിട്ട് സ്വമേധയാ ചെയ്യുന്ന ഒരാളാണ് എൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ആ എന്നാലും ചെറിയ കമ്മിറ്റികളൊക്കെ ഉണ്ടാക്കുന്നത് അവരൊക്കെ ഈ ഒരു ക്വാളിറ്റി ആയിരിക്കും സ്വീകരിക്കുന്നത്. ഈ പുറമേയുള്ള ഒരു കച്ചവടമായിട്ടും യാതൊരു ഒരു ആ ഒരു ബന്ധമില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് ഇതൊന്നും അടിച്ചേൽപ്പിക്കുന്നുമില്ല. അതുപോലെ ഇത് ഒരു എന്താ പറയുക, ഇതിൻ്റെ അകത്തേക്ക് ആൾക്കാരെ മെമ്പർഷിപ്പ് കൂട്ടിയിട്ട് ആൾക്കാരെ കൂട്ടിച്ചേർക്കുന്നില്ല, മറിച്ച് ഇതൊരു സംഭവമായിട്ട് വരുന്ന ആൾക്കാർക്ക് തോന്നണം. ഇങ്ങനത്തെ ഒരു സംഗതി ഞാൻ കണ്ടിട്ടില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് തെറാപ്പി, സൈക്കോ തെറാപ്പി ട്രീറ്റ്മെന്റ് സെന്ററാണ്. ആജീവനാന്ത രോഗമായ മദ്യാസക്ത രോഗത്ത് നിന്ന് ട്രീറ്റ്മെന്റിന് ഉള്ള ഒരു സെന്ററാണ്, ചികിത്സാലയമാണ്. ഈ ചികിത്സാലയത്തിലേക്ക് വരുന്ന സമയത്ത് ആ ചികിത്സാലയത്തിൽ നടക്കുന്ന സമയത്ത് തെറാപ്പിയാണ്, ഗ്രൂപ്പ് തെറാപ്പിയാണ്. ആ ഗ്രൂപ്പ് തെറാപ്പി ആയതുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് മറ്റൊരു സംഗതിയും ഇതിൻ്റെ അകത്ത് ഒന്നും ഈ തെറാപ്പി നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ആ വരുന്ന ആൾക്കാർക്ക് തന്നെ, കാരണം മദ്യാസക്ത രോഗികൾ എല്ലാവരും ഒരു തരം ചിലപ്പോൾ പിടിവാശിയുള്ള ആൾക്കാരാണെങ്കിൽ പോലും അവർക്ക് ഭയങ്കരമായ ഒരു അറ്റാച്ച്മെന്റ് ഇതിലേക്കുണ്ടാവും. മറ്റൊന്ന് പറഞ്ഞത് ഇതിൻ്റെ അകത്ത് വരുന്ന എല്ലാവരും മദ്യാസക്തരായതുകൊണ്ട് ആരും പേരെടുക്കാൻ വേണ്ടി, അറിയപ്പെടാൻ വേണ്ടിയിട്ട്, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും ശ്രമിക്കാത്ത ആൾക്കാരുമാണ്. അതുകൊണ്ടാണ് ടെലിവിഷനിലും ടി വിയിലൊന്നും പേര് വരാൻ പാടില്ല, അജ്ഞാതരായിരിക്കും എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു എന്താ പറയാ, ഒരു ക്വാളിറ്റിയാണത്. ഇത് ആളാവാൻ വേണ്ടിയല്ല, അങ്ങനത്തെ ഒരു സംഗതിയല്ല. കാരണം ഇത് മാരകമായ ഒരു രോഗത്തിന്റെ ട്രീറ്റ്മെന്റ് സെന്ററിൽ എന്താളാവാനാണ്? അതായത് വരുന്ന ഒരാൾക്ക് അയാളുടെ അസുഖം വളരെ മാരകമായിട്ടാണ് അയാൾ ടൈമിലേക്ക് വരുന്നത്. അപ്പൊ അയാൾക്ക് അയാളുടെ രോഗം മാറാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സഹായം എന്ന് പറയുന്നത് ആ കൂടി ഇരുന്നിട്ട് നമ്മൾ നന്നായി പങ്കുവയ്ക്കലാണ്. അയാളെ ഉപദേശിക്കലല്ല, മറിച്ച് ഞാൻ എന്നെക്കുറിച്ച് പങ്കുവയ്ക്കുക. ഓരോരുത്തരും പങ്കുവെക്കുന്നത് ഞാൻ എന്നെക്കുറിച്ചാണ്. ഞാൻ മനസ്സിലാക്കിയ കാര്യമല്ല പങ്കുവെക്കേണ്ടത്. ഞാൻ പഠിച്ച, ചില ആൾക്കാർ പറഞ്ഞ ഞാൻ പഠിച്ച, ഞാൻ അവിടെ വായിച്ചു ഇവിടെ വായിച്ചു, അങ്ങനെ പഠിച്ച കാര്യങ്ങളല്ല പങ്കുവെക്കേണ്ടത്, മറിച്ച് ഞാൻ ചെയ്ത കാര്യങ്ങളാണ്, എൻ്റെ അനുഭവങ്ങളാണ് പങ്കുവെക്കേണ്ടത്. ഞാൻ അറിവല്ല പങ്കുവെക്കേണ്ടത്, അനുഭവമാണ് പങ്കുവെക്കേണ്ടത്. അതുകൊണ്ടാണ് ഈ കൂട്ടായ്മ അനുഭവങ്ങളും ശക്തിയും പ്രതീക്ഷയാണ് പങ്കുവെക്കുന്നത്, അറിവുകളും ശക്തിയും പ്രതീക്ഷയല്ല. അതുകൊണ്ട് ഒരാൾ കഥ പറയേണ്ട കാര്യമില്ല, വേറൊരു കഥ എടുത്ത് പറയുക, അതേപോലെ ഉദാഹരണങ്ങൾ പറയുക, എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ഷെയറിങ്ങൊക്കെ, അതൊക്കെ അയാൾ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. മനസ്സിലാക്കിയ കാര്യങ്ങളെക്കാൾ ഉപരി അയാൾ ചെയ്ത കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോഴാണ്, പങ്കുവെക്കുമ്പോഴാണ് അത് മറ്റൊരാൾക്ക് അത് എഫക്റ്റീവ് ആവുക. മറ്റേത് എല്ലാവരും അവിടെ ഇവിടെയൊക്കെ വായിച്ചിട്ടുള്ളതായിരിക്കും അറിവുകൾ. അപ്പൊ അതുകൊണ്ട് ആണ് ഇതിൻ്റെ അകത്ത് ഈ പങ്കുവെക്കൽ വളരെ ഫലപ്രദമാകുന്നത്. അതുകൊണ്ടാണ് ഈ അനാമധേയത്വം എന്ന ഒരു ആശയം വളരെ ശക്തമായിട്ട് നിലനിൽക്കണം എന്ന് പറയുന്നത്. കാരണം ഇതിനകത്ത് ആരും പേരെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ പേര് കൊണ്ടല്ല ഇത് അറിയപ്പെടേണ്ടത്, മറിച്ച് കൂട്ടായ്മയാണ് നിലനിൽക്കുന്നത്. ആ കൂട്ടായ്മയിൽ വന്നു ചേർന്ന ഒരു തുള്ളി വെള്ളം മാത്രമാണ്, ഒരു സമുദ്രത്തിലേക്ക് വന്നു ചേർന്ന ഒരു തുള്ളി വെള്ളം മാത്രമാണ് ഞാനെന്ന് വിചാരിക്കുമ്പോൾ, ഞാനും കൂടെ ഉള്ളത് കൊണ്ടാണ്, എന്നെ പോലെ കുറെ പേരുള്ളത് കൊണ്ടാണ് കിണറിലെ വെള്ളം നിൽക്കുന്നത്. ഒരു തുള്ളി വെള്ളം പറയുക, ഞാനും ഉള്ളത് കൊണ്ടാണ്. അപ്പൊ അതിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ. ആ ഭാഗമാകാൻ കഴിഞ്ഞതിന് ഞാൻ അഭിമാനിക്കുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ ഒരു കൂട്ടായ്മയിൽ വരികയും കൂട്ടായ്മ നമ്മളെ ഉപകാരപ്പെടുത്തുന്ന ഒക്കെ രീതി ഇതാണ്. ഈ അങ്ങനെ വരുമ്പോഴാണ് ഒരു തവണ ഈ മീറ്റിങ്ങിൽ ചെന്ന് കഴിഞ്ഞാൽ അതിന് ഭയങ്കരമായ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നു. ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് പോയിട്ടില്ല, അവിടെ ചെന്നപ്പോൾ ഉണ്ടായ ഒരു ഭയങ്കരമായ ഒരു അനുഭൂതി അയാൾക്ക് ഫീൽ ചെയ്യുമ്പോൾ അയാൾ വീണ്ടും വരുന്നു. അങ്ങനെ അയാൾ വീണ്ടും വരുമ്പോൾ അയാളുടെ രോഗം മെല്ലെ മെല്ലെ മാറുന്നു. അങ്ങനെ മാറാൻ സഹായിക്കുന്ന ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു വലിയ ഒരു ട്രീറ്റ്മെന്റ് സെന്ററാണ് AI മീറ്റിംഗ്. അതിന്റെ ഉത്തരവാദിത്വം തന്നെ കണ്ടു മുന്നോട്ട് പോകുമ്പോഴാണ് ഞാൻ വളരുന്നത്. ഇവിടെ ഞാൻ എന്തിനാണ് AI പോകുന്നത്? അപ്പൊ ഇനി ലാസ്റ്റ് ഇത് ഞാൻ പറഞ്ഞ ക്രോഡീകരിക്കുക. ഞാൻ പോകുന്നത് എന്നെ സ്വയം വിലയിരുത്താനും
എനിക്ക് എന്തെല്ലാം കുഴപ്പങ്ങളുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് മദ്യപാനത്തിലേക്ക് നയിക്കുന്ന എന്തെല്ലാം പ്രശ്നങ്ങളാണ് എന്നിലുള്ളത് എന്ന് തിരിച്ചറിഞ്ഞ് ആ കാരണങ്ങളെല്ലാം ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഇനി എന്തിനാണ് നിലനിൽക്കുന്നത്? ഇത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ തീരുന്ന ഒരു ഏർപ്പാടല്ല. ഒരു ആജീവനാന്ത രോഗമായതുകൊണ്ട് ഒരു 3 4 ചിലപ്പോൾ 2 ആഴ്ചയോ ബ്രേക്ക് വന്നാൽ പോലും വീണ്ടും ആ അടിത്തട്ടിൽ നിന്ന് പഴയ ചിന്താഗതി പൊങ്ങി വരാൻ സാധ്യതയുള്ളത് കൊണ്ട് അത് ഇല്ലാതിരിക്കാൻ വേണ്ടി ഞാൻ നിരന്തരം മീറ്റിങ്ങിൽ പോകുന്നു. അതിനാണ് ഞാൻ മീറ്റിംഗ് പോകുന്നത്. ഒന്ന് സ്വയം ഞാൻ വളരണം, എൻ്റെ കാഴ്ചപ്പാട് മാറണം, എൻ്റെ മനോഭാവം മാറണം, എല്ലാത്തിലും എനിക്ക് ഉത്തരവാദിത്വം ഉണ്ടാവണം. അങ്ങനെ ഞാൻ മാറാനും എൻ്റെ മാറ്റത്തിലൂടെ മറ്റുള്ളവരെ മാറാൻ സഹായിക്കാനും ഞാൻ പോകുന്നു. ഇനി എൻ്റെ മാറ്റം എന്ന് പറയുന്നത് ഞാൻ പൂർണ്ണമായും മാറുന്നില്ല എന്ന് ഞാൻ തിരിച്ചറിയണു. മാറ്റം പറയാ നമ്മൾ നിരന്തരമായ ശ്രമത്തിലൂടെയാണ് മാറുന്നത്. ഒരു കംപ്ലീറ്റ് ചേഞ്ച് വരുന്നില്ല. അത് നമുക്ക് ഇനി സാധ്യവുമല്ല. നമ്മുടെ പേഴ്സണാലിറ്റി മൊത്തം നമുക്ക് മാറ്റിയെടുക്കാൻ, പക്ഷേ നമുക്ക് നമ്മുടെ മനസ്സിനെ ഒരു ട്രാൻസ്ഫോർമേഷൻ നടത്താൻ കഴിയും. ഒരു പുതിയ ആളായിട്ട് നമുക്ക് മാറാൻ കഴിയും. പക്ഷെ ആ മാറിയാലും അത് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഫോളോ അപ്പ് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഫോളോ അപ്പിനും കൂടി വേണ്ടിയാണ് ഈ കൂട്ടായ്മയിൽ വരുന്നത്. അതുകൊണ്ട് ഞാനിപ്പോ 21 വർഷവും 6 മാസവും കഴിഞ്ഞു. ഇപ്പോഴും ഇതിൻ്റെ അകത്ത് നിലനിൽക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഏത് സമയത്തും എൻ്റെ മനസ്സിന്റെ നില ഒന്ന് തരിപ്പണമായാൽ ഞാൻ കുടിക്കാനുള്ള സാധ്യത മദ്യാസക്ത രോഗി എന്ന നിലയിൽ എനിക്കുള്ളത് കൊണ്ട് ഞാൻ ഇപ്പോഴും കൂട്ടായ്മയിൽ സജീവമായി നിൽക്കുന്നു. അതിനാവട്ടെ കൂട്ടായ്മ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും നേരം എന്നെ കേട്ടു നിന്ന നിങ്ങൾക്ക് എല്ലാവിധ നന്ദിയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. താങ്ക് യു വിജയ് മാഷേ. ഇത്ര നേരം ഞങ്ങളോടൊപ്പമായിരുന്നുകൊണ്ട് ഞാൻ എന്തിനാണ് എയിൽ വന്നത്, എന്തിനാണ് ഞാൻ